മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പിയെ നമുക്ക് വിശാലമായിട്ട് പഠിക്കാം. അതിനുവേണ്ടി ഇത് സ്പെക്ട്രം ഉണ്ടാവാൻ ഞാൻ നേരത്തെ പറഞ്ഞു, റേഡിയേഷൻ റൊട്ടേറ്റിംഗ് മോളിക്യൂളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് സ്പെക്ട്രം ഒബ്സർവബിൾ ആകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയഗ്രം നോക്കിക്കേ, ഒരു ഡൈപോൾ HCl മോളിക്യൂൾ ഞാൻ പറഞ്ഞു, ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. അതൊരു ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. ആ മുകളിലത്തെ പടം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഡൈപോളിൻ്റെ എങ്ങനെയാണ് ഓരോ റൊട്ടേറ്റ് ചെയ്യുന്ന പല പല ഫേസസ് ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഉടനെ ഡൈപോളിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നും അതിൻ്റെ കമ്പോണൻ്റ് ലീനിയർ വെർട്ടിക്കൽ കമ്പോണൻ്റ് എങ്ങനെയാണ് സിൻസോയിഡലായിട്ടാണ്. കണ്ടോ, മൂന്നാമത്തെ ഡയഗ്രം നോക്കുമ്പോൾ മനസ്സിലാവും. സിൻസോയിഡലായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് സിൻസോയിഡലായിട്ടാണ് അതിൻ്റെ വെർട്ടിക്കൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് മാറുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ചാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലക്ച്വേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് റേഡിയേഷനുമായിട്ട്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമുക്ക് പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടുന്നത്. അപ്പോൾ ഇത് സംഭവിക്കണമെങ്കിൽ, റൊട്ടേഷൻ്റെ കേസിൽ ഇത് സംഭവിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾ അല്ലെങ്കിൽ പോളാർ മോളിക്യൂൾസിന് മാത്രമേ സാധ്യമാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് H2, N2, O2 എന്നുപോലുള്ള മോളിക്യൂൾസിനൊന്നും തന്നെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. അതുകൊണ്ട് അതൊന്നും റൊട്ടേഷണൽ സ്പെക്ട്രം കാണിക്കത്തില്ല. അതുപോലെ തന്നെ ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂളായ CO2, CS2 ഇങ്ങനെയൊക്കെയുള്ള മോളിക്യൂൾസിനൊന്നും തന്നെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. അതൊന്നും തന്നെ റൊട്ടേഷണൽ സ്പെക്ട്രം കാണിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, ഐസോടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാരണം എന്നാ സംഭവിക്കുന്നത്, ആറ്റത്തിൻ്റെ മാസ് മാത്രമേ മാറത്തുള്ളൂ, ഡിസ്റ്റൻസ് മാറത്തില്ല. അപ്പോൾ ഡിസ്റ്റൻസ് മാറാതിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഡൈപോൾ മൊമെൻറ്റിന് വ്യത്യാസം വരത്തില്ല. സോ ഐസോടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രൊഡ്യൂസ് റൊട്ടേഷണൽ ആക്ടിവിറ്റി. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ആക്ടിവിറ്റി. ഓർക്കുക, റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടണമെങ്കിൽ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഐയും ജെയും രണ്ട് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രാൻസിഷൻ മൊമെൻറ്റം എന്ന് പറയുന്നത് μij എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ psi i സ്റ്റാർ മ്യൂ psi j ഡോട്ട് എന്ന് പറയും. അവിടെ psi iയും psi j എന്നും പറയുന്നത് ഐയും ജെ റൊട്ടേഷണൽ എനർജി ലെവൽസിൻ്റെ വേവ് ഫംഗ്ഷനാണ്. യൂഷ്വലി സ്പെറിക്കൽ ഹാർമോണിക് ബെസൽ ഫംഗ്ഷൻ്റെ സൊല്യൂഷനായ സ്പെറിക്കൽ ഹാർമോണിക്സ് ആണ് ഈ phi iയും phi j എന്ന് പറയുന്നത്. അപ്പോൾ YLM തീറ്റ ഫൈ എന്നുള്ളതാണ് phi jയും phi iയും വരുന്നത്. ഇവിടെ ആംഗുലർ മൊമെൻറ്റം കോണ്ടന്റ് നമ്പർ Lന് പകരം റൊട്ടേഷണൽ കോണ്ടന്റ് നമ്പർ J ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അതുപോലെ തന്നെ ഈ മുകളിൽ പറഞ്ഞ ഇൻ്റഗ്രൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ട്രാൻസിഷൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് മോളിക്യൂൾ മസ്റ്റ് ഹാവ് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്, ഓൾറെഡി ഞാൻ പറഞ്ഞു. രണ്ടാമത്തേന്ന് പറയുന്നത് ഡെൽറ്റ ജെയുടെ വാല്യൂ എങ്ങനെ ആയിരിക്കണം, ഡെൽറ്റ ജെ ഷുഡ് ബി +or-1. അതിനെയാണ് നമ്മൾ അലൗഡ് ട്രാൻസിഷൻ, അതിന് മാത്രമേ ഫൈനൈറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ടാകത്തുള്ളൂ. അപ്പം ഡെൽറ്റ ജെ = +or-1 എന്നുള്ള ട്രാൻസിഷനായിരിക്കും അലൗഡ് ട്രാൻസിഷൻ. ഡെൽറ്റ ജെ = +or-2, ഡെൽറ്റ ജെ = +or-3 എക്സെട്ര. അതല്ല ഫോർബിഡൻ ആയിട്ട്, അതിന് 0 ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് നമുക്ക് ഫോർബിഡൻ ട്രാൻസിഷൻ എന്ന് പറയാൻ പറ്റും. ഇനി ഡെൽറ്റ ജെ + വാല്യൂ കാണിക്കുന്നത് അത് അബ്സോർഷൻ ലൈനാണെന്നാണ്. മൈനസ് വാല്യൂ കാണിക്കുന്നത് എമിഷൻ സ്പെക്ട്ര ആണെന്നാണ്. അപ്പോൾ അബ്സോർഷൻ നടക്കുന്നത് ലോവർ ലൈനിൽ നിന്ന് അപ്പർ ലൈനിലോട്ടും, എമിഷൻ നടക്കുന്നത് അപ്പർ ലൈനിൽ നിന്ന് ലോവർ ലൈനിലോട്ട്. അതുകൊണ്ടാണ് പോസിറ്റീവ് വാല്യൂ റെപ്രസെൻറ്റ് അബ്സോർഷൻ ലൈൻ ആൻഡ് നെഗറ്റീവ് വാല്യൂ റെപ്രസെൻറ്റ് എമിഷൻ ലൈൻ. അപ്പോൾ യൂഷ്വലി മൈക്രോവേവ് സ്പെക്ട്രം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, മൈക്രോവേവ് സ്പെക്ട്രം മിക്കതും അബ്സോർഷൻ സ്പെക്ട്രമാണ്. അപ്പം ഡെൽറ്റ ജെ +1 ആണ് നമ്മൾ സാധാരണ എടുക്കുന്ന അബ്സോർഷൻ സ്പെക്ട്രം ആയിരിക്കും മൈക്രോവേവ് സ്പെക്ട്രം എന്നുള്ളത് ഓർക്കണം.
ഇനി നമുക്ക് റൊട്ടേഷൻ സ്പെക്ട്രം, ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ സ്പെക്ട്രം പഠിക്കാം. ഡയറ്റോമിക് മോളിക്യൂളിനെ ഒരു റിജിഡ് റൊട്ടേറ്ററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. റിജിഡ് റൊട്ടേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോണ്ട് ലെങ്ത്ത് സെയിം ആയിട്ട് നിൽക്കണം ഡ്യൂറിങ് റൊട്ടേഷൻ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റിജിഡ് റൊട്ടേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ ഒരാറ്റത്തിൻ്റെ മാസ് m1 മറ്റേത് m2 ആയിട്ട് എടുക്കുക. ലെറ്റ് ഇറ്റ് ബി സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r. ബോണ്ട് ലെങ്ത് എന്ന് പറയുന്ന r ആയിട്ട് എടുക്കുക. r കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഡ്യൂറിങ് റൊട്ടേഷൻ. ഇനിയും നമ്മൾ ഈ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് g ആണ്. അത് ഇതിനകത്തെ മാസീവായിട്ടുള്ള ഏതാണോ അതിൻ്റെ അടുത്തായിരിക്കും. ഇവിടെ m2 ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുക. അപ്പം g എന്ന് പറയുന്നത് നിയർ ടു m2 ആയിട്ട് വരും. അപ്പോൾ ആ ജിയും m1ൻ്റെ സെൻറ്ററും ജിയും m2ൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ r1 r2 എന്ന് വിളിക്കാം. അപ്പോൾ ഈ റിജിഡ് റോട്ടറിൻ്റെ സൊല്യൂഷൻ പ്രോബ്ലം നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന എനർജി ഐഗൻ വാല്യൂ ആയിരിക്കും ഈ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ എനർജി ആയിട്ട് കിട്ടുന്നത്. അത് ഇങ്ങനെയാണ് കിട്ടുന്നത്. E = h²/8π² I × j+1. അല്ലെങ്കിൽ നമുക്ക് എന്നാ പറയാം, h²/2π j × j+1. ജെ എന്ന് പറയുന്നതാണ് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ജെയുടെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഓരോ ലെവലും ഈ കിട്ടുന്ന എനർജിയിലെ ഓരോ ലെവലും 2j+1 ഫോൾഡ് ഡീജനറേറ്റ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ I എന്ന് പറയുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് അബൌട്ട് ദ ആക്സിസ് പാസിംഗ് ത്രൂ G ആൻഡ് പെർപെൻഡിക്കുലർ ടു ബോണ്ട് ലെങ്ത്. ഇനി നമുക്കിതിൻ്റെ ഡെറിവേഷൻ ചെയ്യാം. നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ബോണ്ട് ലെങ്ത് ആൻഡ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് I = m1 r1² + m2 r2² ആണെന്ന് എഴുതാം. നമുക്ക് ഇത് ഒരു 2 ബോഡി സിസ്റ്റം ആയതുകൊണ്ട് അതിന് ബാലൻസിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് m1 r1 = m2 r2. അപ്പോഴാണ് ആ ബോഡി ബാലൻസ് ചെയ്യുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ബാലൻസ് ചെയ്യുന്നതായിട്ട് പറയാം. അതുപോലെ ടോട്ടൽ ബോണ്ട് ലെങ്ത് r എന്ന് പറയുന്നത് നമുക്ക് r1 + r2 ആണെന്ന് എഴുതാം. അപ്പോൾ ആ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് r2ൻ്റെ വാല്യൂ എങ്ങനെ എഴുതാം, r2 = r - r1 ആണെന്ന് എഴുതാം. അപ്പോൾ ആ ഒരു ഇക്വേഷൻ r2 = r - r1 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കുന്ന ഉടനെ എന്താ കിട്ടും? ഇക്വേഷൻ എന്ന് പറയുന്നത് m1 r1 = m2 × r - r1 എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു r1 ഉണ്ടാവും. ആ r1ൻ്റെ ടേംസിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇടുമ്പം m1 + m2 × r1 = m2 r എന്ന് കിട്ടും. അതിനകത്തുനിന്ന് r1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. r1 = m2r/m1 + m2 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് r1 = r - r2 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കുമ്പോൾ r2ൻ്റെ വാല്യൂ കിട്ടും. r2 എന്ന് പറയുന്നത് m1r/m1 + m2 എന്ന് കിട്ടും. അപ്പോൾ ഈ r1ൻ്റെ r2ൻ്റെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 1, അതായത് I = m1 r1² + m2 r2² ഇട്ട് കൊടുക്കുമ്പോൾ I = m1 m2² r²/m1 + m2 + m2 m1² r²/m1 + m2 എന്ന് കിട്ടും. അതിനകത്തുനിന്ന് നമുക്ക് ഐനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. m1 m2/m1 + m2 കോമൺ ആണ്. അപ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് m1 m2 × m1 + m2 r²/m1 + m2 എന്ന് കിട്ടും. അപ്പം മുകളിലത്തെ m1 + m2 താഴത്തെ m1 + m2 ഒരെണ്ണം ക്യാൻസലായി പോകും. അങ്ങനെ I എന്ന് പറയുന്നത് m1 m2/m1 + m2 r² എന്ന് കിട്ടും. ഈ m1 m2/m1 + m2 എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസ്, ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ റെഡ്യൂസ്ഡ് മാസ് ആയിട്ട് എടുക്കുക. അതിനെ മ്യൂ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് I = μr² എന്ന് എഴുതാൻ പറ്റും. അത് മ്യൂ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസ് ആണെന്ന് പറയും. ഇനി നമുക്ക് ഈ എനർജി നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി ജൂൾസിലായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്. സ്പെക്ട്രോസ്കോപ്പിക് കൺവെൻഷൻ അനുസരിച്ച് നമ്മൾ എപ്പോഴും വേവ് നമ്പറിൻ്റെ യൂണിറ്റ്സിലായിരിക്കും എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റ് എനർജി ഡിഫറൻസ് നമുക്ക്
ഫ്രീക്വൻസിയുടെ ടേംസിൽ അല്ലെങ്കിൽ വേവ് നമ്പറിൻ്റെ ടേംസിൽ കിട്ടാൻ വേണ്ടിയാണ് എപ്പോഴും നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എനർജിയെ വേവ് നമ്പറിൻ്റെ ടേംസിലാക്കാൻ പറ്റുന്നത്? നമുക്കറിയാം എനർജിയുടെ ഫോർമുല അല്ലേ, E=h². അപ്പോൾ E= വേവ് നമ്പർ എന്ന് പറയുന്നത് എന്താ, ന്യൂ ബാർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വേവ് ലെങ്തിൻ്റെ റെസിപ്രോക്കലാണ് നമുക്കറിയാം. ന്യൂ ബാർ =1/λ. അപ്പോൾ E=h nu എന്നുള്ളത് E=hc/λ എന്ന് എഴുതാം. അതിനകത്തുനിന്ന് 1/λ എന്ന് പറയുന്നത് E/hc എന്ന് പറയാം. അതിനെ ന്യൂ ബാർ എന്ന് എഴുതാം. അപ്പോൾ എനർജി ഇൻ ടേംസ് ഓഫ് ന്യൂ ബാർ എഴുതണമെങ്കിൽ നമ്മൾ അതിനെ എനർജിയെ HC കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പം എനർജി ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ നമ്മൾ എപ്സിലോൺ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എപ്സിലോൺ എനി എനർജി കേട്ടോ, റൊട്ടേഷണൽ എനർജി എന്നല്ല, ഏതൊരു എനർജിയും വേവ് നമ്പറിൻ്റെ ടേംസിലാക്കാൻ എപ്സിലോൺ E/hc HC കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് നേരത്തെ റിജിഡ് റോട്ടറിൻ്റെ എനർജി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കിട്ടി. EJ = h²/8π²IC J×J+1 എന്ന് കിട്ടി അല്ലേ. ഇനി അതിനെ വേവ് നമ്പറിൻ്റെ ടേംസിലാക്കാൻ വേണ്ടി എന്നാ ചെയ്തു, εJ EJ/hc അപ്പോൾ ഒരു h മുകളിൽ നിന്ന് പോയി താഴെ ഒരു സിയും വന്നു. അപ്പോൾ h/8π²IC J×J+1 എന്ന് കിട്ടി. അപ്പം J×J+1 കൂടെ കിടക്കുന്ന ടേമിനെ റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണെന്നാണ് വിളിക്കുന്നത്. അതിനെ നമുക്ക് B എന്ന് റെപ്രസെൻ്റ് ചെയ്ത ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം, εJ = B×J×J+1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ ടേംസിലായല്ലോ, സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. B എന്ന് പറയുന്നത് റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2 ദിസ് റൊട്ടേഷണൽ കോണ്ടന്റ് നമ്പറാണ്. 0, 1, 2, 3 etc. ആയിരിക്കും. ഈ റൊട്ടേഷണൽ ലെവലിലെ ട്രാൻസിഷൻസ് പഠിക്കണമെങ്കിൽ നമ്മൾ ലോവർ സ്റ്റേറ്റിനെ J" എന്നും അപ്പർ സ്റ്റേറ്റിനെ J' എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ നമുക്ക് ∆ε/Jയിൽ നിന്ന് കിട്ടും. അതായത് εJ' -εJ". നമുക്കറിയാം εJ എന്ന് പറയുന്നത് നേരത്തെ ഇക്വേഷൻ അനുസരിച്ച് B×J+1 ആണെന്നറിയാം. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ BJ'×J'+1 -BJ'×J'+1 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ സെലക്ഷൻ റൂൾ നേരത്തെ പറഞ്ഞു, ∆J ±1 ആണെന്ന് പറഞ്ഞു. +1 ആണ് അബ്സോർഷൻ ലൈനിൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞു. -1 ആണ് എമിഷൻ്റെ. ആ മൈക്രോവേവ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു അബ്സോർഷൻ സ്പെക്ട്രമാണ്. അപ്പം ∆J +1 എന്നുള്ള കണ്ടീഷൻ നമുക്ക് എടുക്കാം. അപ്പം ∆J+1 ആണെങ്കിൽ J' വാല്യൂ J' -J" എന്ന് പറയുന്നത് 1 ആയിരിക്കണം, അല്ലെങ്കിൽ J' എന്ന് പറയുന്നത് J'+1 ആണെന്ന് പറയാം. അപ്പോൾ മുകളിലത്തെ ഇക്വേഷനകത്ത് εJ എന്നുള്ളത്, അതായത് ന്യൂ ബാർ J ആണ്, നമുക്ക് ഫ്രീക്വൻസിയുടെ വാല്യൂ കൊണ്ട് ന്യൂ ബാർ J ആണെന്ന് എടുക്കാം. അതെന്ന് പറയുന്നത് B×J' പകരം J'+1 എന്ന് കൊടുക്കണം, J'+1 പകരം J'+2 എന്ന് കൊടുക്കണം, -B×J'+1 എന്ന് കൊടുത്തു. അപ്പോൾ J' നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ അതിനെ സോൾവ് ചെയ്യുമ്പം നമുക്ക് കിട്ടും B×J'+1 എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ അതിനെ കോമൺ ആയിട്ട് എടുത്തു. അപ്പം B×J'+1 എന്നാ കിട്ടി, ഫസ്റ്റ് ടേമിൽ നിന്ന് J'+2 കോമൺ -J' എന്ന് വന്നു. അപ്പം J'+ഉം J'+ഉം കൂടെ -J'+ഉം കൂടെ ക്യാൻസലായി പോകും. അപ്പോൾ 2B×J'+1 ആയിട്ട് കിട്ടി. അപ്പോൾ ഫ്രീക്വൻസിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും, ഫോർ എനി J the frequency from transition is equal to എന്തായിരിക്കും, 2B×J'+1 where J'+ is equal to 0, 1, 2, 3 etc. അപ്പോൾ J'+ന് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയാണ് 0 ഇട്ട് കൊടുക്കുമ്പം കിട്ടും 2B ആണ് വാല്യൂ. അങ്ങനെ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഏത് ലെവലിൽ നിന്നാണോ അബ്സോർഷൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അബ്സോർഷൻ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് കിട്ടും.
ഇവിടെ ബി എന്ന് പറയുന്ന റൊട്ടേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ആ ബി ഈ ഒരു കേസിൽ കാരണം റിജിഡ് റോട്ടർ ആയതുകൊണ്ട് റൊട്ടേഷൻ അനുസരിച്ച് അതിൻ്റെ അല്ലെങ്കിൽ ജെയുടെ വാല്യൂ കൂടുന്നതിനോ കുറയുന്നതിനോ അനുസരിച്ച് ബോണ്ട് ലെങ്ത്തിന് വ്യത്യാസം വരുന്നില്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് എല്ലാ റൊട്ടേഷണൽ എനർജി ലെവലിനും സെയിം ആയിട്ടാണ് ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. അപ്പം ജെ ഡബിൾ ഡാഷ് 0, 1, 2, 3 എക്സെട്രയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2b ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 ആണെന്ന് ഓർക്കുക. ഇത് നമുക്കിതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ എനർജി ലെവൽസും ട്രാൻസിഷൻസും നമുക്ക് വരയ്ക്കാം. അപ്പം എനർജിയുടെ ഇക്വേഷൻ എന്താ? എപ്സിലോൺ ജെ ഇസ് ഈക്വൽ ടു ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടോ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കേ, ജെ 0 ഇട്ട് കൊടുക്കുമ്പോൾ എപ്സിലോൺ 0യുടെ വാല്യൂ 0 കിട്ടി. ജെ 1 ഇട്ട് കൊടുക്കുമ്പോൾ എപ്സിലോൺ 1ൻ്റെ വാല്യൂ മുകളിൽ നോക്കിക്കേ ബി 1 ഇൻറ്റു 2 എന്ന് കിട്ടത്തില്ലേ, അപ്പോൾ 2b എന്ന് കിട്ടി. ഇനി അടുത്തത് ജെ ഇസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 3 വരും അല്ലേ, അപ്പം 6b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇതായിരിക്കും എനർജി ലെവൽസിൻ്റെ വാല്യൂസ്, ജെയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽസിൻ്റെ വാല്യൂസ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഡയഗ്രാം വരച്ചേക്കുന്നത്. നോക്കി, എനർജി ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 0, 2b, 6b, 12b, 20b, 30b അങ്ങനെ പോവും എനർജി ലെവൽസ്. ഇനി എൻ്റെ ട്രാൻസിഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടി 2b ഇൻറ്റു ജെ പ്ലസ് 1 ആണ്, ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 ആണെന്ന് നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ ആ സെപ്പറേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓരോന്നിനും കറസ്പോണ്ടിങ് നോക്കിയാൽ ജെ 0 കൊടുക്കുന്നതുകൊണ്ട് 2b 0 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2b ഫസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2b. ജെ ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുമ്പോഴോ 1 കൊടുക്കുമ്പോൾ 2b ഇൻറ്റു 1 പ്ലസ് 1 എന്ന് വരും, അപ്പോൾ 4b. പിന്നെ ജെ ഇസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 6b അങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ ഇനി ഓരോ ലൈൻസ് തമ്മിലുള്ള ഓരോ ഫ്രീക്വൻസി അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എവിടെയൊക്കെയാണ് 2b, 4b, 6b, 8bയിൽ ഈക്വലി സ്പേസ് 2b ഡിഫറൻസ് ഉള്ള ആണെന്ന് നമുക്ക് കിട്ടും. ജനറലായിട്ട് നമ്മൾ സോൾവ് ചെയ്യുവാണെങ്കിൽ 2b ജെ പ്ലസ് 1 പ്ലസ് 1 മൈനസ് 2b ഇൻറ്റു ജെ പ്ലസ് 1 അല്ലേ. ജെ ടു ജെ പ്ലസ് 1 ട്രാൻസിഷൻ എടുക്കുകയാണെങ്കിൽ 2b ജെ പ്ലസ് 1 പ്ലസ് 1 മൈനസ് 2b ജെ ഇൻറ്റു ജെ പ്ലസ് 1 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് 2b. അപ്പോൾ എല്ലാ ട്രാൻസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെപ്പറേഷൻ 2b ആണെന്ന് കിട്ടി. അപ്പം റിജിഡ് ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ റൊട്ടേഷണൽ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ലൈൻ അറ്റ് 2b, 4b, 6b separated by the same distance 2b. ഇത് നോക്കിക്കേ, നമ്മൾ ഇനിയും ഈ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ ഏതെങ്കിലും ഒരു ആറ്റത്തിനെ അതിൻ്റെ ഐസോട്ടോപ്പുമായിട്ട് റീപ്ലേസ് ചെയ്താൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്നാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരു ആറ്റത്തിനെ ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് ആണെന്ന് വിചാരിക്കുക, അതിനകത്ത് കാർബൺ 12നെ മാറ്റി കാർബൺ 13 കൊണ്ട് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ CO ബോണ്ട് ലെങ്ത്തിന് വ്യത്യാസമൊന്നും വരത്തില്ല. വരുന്നത് ആ C ന്യൂക്ലിയസിൻ്റെ മാസ് മാത്രമേ ചെറിയതായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷന് മുമ്പുള്ളതിന് നമുക്ക് ന്യൂ ബാർ ജെ ആയിട്ട് എടുക്കാം ഫ്രീക്വൻസിയെ. ഇപ്പോൾ ന്യൂ ബാർ ജെ ഇസ് ഈക്വൽ ടു 2b ഇൻറ്റു ജെ പ്ലസ് 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടി. ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ന്യൂ ബാർ ജെ ഡാഷ് എന്ന് കൊടുക്കാം. അപ്പോൾ അവിടെ മാറുന്നത് എന്താ? മാസ്സാണ് മാറുന്നത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മാറും, അപ്പോൾ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് മാറും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2b ഡാഷ്, മുമ്പ് b ആയിരുന്നു, ഇപ്പോൾ b ഡാഷ് ജെ പ്ലസ് 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കൊടുക്കാം. അപ്പം b ബൈ b ഡാഷ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനകത്തുനിന്ന് b ബൈ b ഡാഷ് എന്ന്, ബിയുടെ ഇക്വേഷൻ നമുക്കറിയാം. b എന്ന് പറയുന്നത് റൊട്ടേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതെന്ന് പറയുന്നത് h/8π²IC ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. വേർ I ഇസ് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, അത് μr² ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഉടനെ ആറിന് വ്യത്യാസമൊന്നും തന്നെ വരുന്നില്ല. വരുന്നത് എന്തിനാ? മ്യൂവിന് മാത്രമേ ഉള്ളൂ, റെഡ്യൂസ്ഡ് മാസിന് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. അപ്പോൾ b ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? h/8πI'(c) എന്ന് എഴുതാം.
അപ്പം B/B' എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യണം. H/8π² IC ബൈ H/8π² I'. അപ്പോൾ അത് ചെയ്യുന്ന ഉടനെ B/B' എന്ന് പറഞ്ഞാൽ I'/I അല്ലെങ്കിൽ μ'(r²/μr²). അപ്പോൾ r² രണ്ടും സെയിം ആയതുകൊണ്ട് ഇത് ക്യാൻസലായി പോവും. അപ്പം μ'/μ എന്ന് കിട്ടും. അതിനെ നമുക്ക് 1/ρ² എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് B/B' എന്ന് പറഞ്ഞാൽ 1/ρ² എന്ന് കിട്ടി. അതുകൊണ്ട് B' എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? ρ×B ആയിട്ട് എഴുതാം. അപ്പം ഈ ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഷിഫ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്താ എഴുതാം? ΔνJ എന്ന് പറയുന്നത് ν⁻J മൈനസ് ν⁻J' എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 2bj+1 × 1 - ρ² എന്നാണ് കിട്ടുന്നത്. കാരണം 2bj+1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പുള്ളത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതെന്നായി മാറി? B' ആയി മാറി. ആ B' പകരം നമുക്ക് ρ² എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 2bj+1 × 1 - ρ² അല്ലെ 1 - I'/I ആയിട്ട് കിട്ടി. അല്ലെങ്കിൽ 1 - μ'/μ ആയിട്ട് കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ ഷിഫ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. μ' എന്ന് പറയുന്നത് ഇപ്പം കാർബൺ 12നെ കാർബൺ 13-ഉമായിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മാസ് കൂടുകയാണ് ചെയ്തത്. അപ്പം നമുക്കറിയാം μ' എന്ന് പറയുന്നത് > μ ആണെന്ന് കിട്ടി. അപ്പോൾ ആ മുകളിലത്തെ ഷിഫ്റ്റിൻ്റെ ഇക്വേഷനകത്ത് μ' എന്ന് പറയുന്നത് താഴെയാണുള്ളത്. അപ്പോൾ μ/μ' എന്ന് പറയുന്നത് <1 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഷിഫ്റ്റ് ΔνJ എന്ന് എഴുതിയേക്കുന്നത് ν/J എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഷിഫ്റ്റ് കൂടി വരും. ഡയഗ്രം നോക്കിക്ക് മുകളിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന 2b 4b 6b അത് സബ്സ്റ്റിറ്റ്യൂഷന് മുമ്പുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുന്നതുകൊണ്ടാണ് ആ ബ്ലാക്ക് ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ജെയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഷിഫ്റ്റ് കൂടി വരുന്നതായിട്ട് കാണാം. എപ്പോഴാണ്? വെൻ μ' is greater than μ. ഇനി നേരെ തിരിച്ചായിരിക്കും വെൻ μ' is less than μ ആണെങ്കിൽ. അത് ഓർത്തിരിക്കുക. ഇനിയും റോയുടെ വാല്യൂ 1 അല്ലെങ്കിൽ I = I' അല്ലെങ്കിൽ μ' = μ എന്നുള്ള കണ്ടീഷനാണെങ്കിൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഓൾമോസ്റ്റ് എല്ലാ കേസിലും മാസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുള്ള ഷിഫ്റ്റ് മെഷറബിൾ അല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഐസോട്ടോപ്പിൻ്റെ ഒക്കെ പ്രിസൈസായിട്ടുള്ള അറ്റോമിക് വെയ്റ്റ് മെഷർ ചെയ്യാൻ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാതെ തന്നെ ഈ ഷിഫ്റ്റ് ചെയ്ത ലൈനിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്ത് നമുക്ക് ഈ ഐസോട്ടോപ്പിൻ്റെ അപ്പൻഡൻസ് എത്ര എമൗണ്ട് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഇതിനകത്ത് ഐസോട്ടോപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും ഈ ഒരു മെഷർമെൻറ്റും കൊണ്ട് സഹായമാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.